നമസ്കാരം. നമുക്ക് ഈ വർഷം ഫിസിക്സിലെ 7 ചാപ്റ്ററുകളാണ് പഠിക്കാനുള്ളത്. വ്യത്യസ്തമായിട്ടുള്ള 7 ചാപ്റ്ററുകൾ. അതിൽ ഏറ്റവും ഒന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ എന്ന് പറയുന്നൊരു ചാപ്റ്റർ. അതിൽ ഏറ്റവും ആദ്യം പഠിക്കാനുള്ള ഒരു കോൺസെപ്റ്റാണ് കറണ്ട്. നമുക്ക് ചെറിയ ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് വാട്ട് ഈസ് ഇലക്ട്രിക് കറണ്ട്. അവിടെ നമ്മൾ പഠിക്കുന്ന ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജസ് ആർ കോൾഡ് ഇലക്ട്രിക് കറണ്ട്, അല്ലെങ്കിൽ ചാർജുകളുടെ ഒരു ചലനമാണ് എന്ത് കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെയും നമുക്ക് പറയാനുള്ളത് തന്നെയാണ്. പക്ഷേ എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത് ഒരു സയൻറ്റിഫിക് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡെഫിനിഷൻ രൂപത്തിലേക്ക് നമ്മൾ പറയുമ്പോൾ ഇതിന് ചെറിയൊരു മാറ്റം വരും. ഇവിടെ ഞാനൊരു ചാലകം എടുക്കുകയാണ്, ഒരു കണ്ടക്ടർ കൺസിഡർ ചെയ്യണം. ഇതൊരു കണ്ടക്ടറാണെന്ന് വിചാരിക്കാം. ഈ ഒരു കണ്ടക്ടറിലൂടെ ഒരു ഇലക്ട്രിക് ചാർജ് കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ഇതിലൂടെ എന്ത് കടന്നു പോയിട്ടുണ്ട്? കറണ്ട് കടന്നുണ്ട്. ശരിയാണ്, തെറ്റൊന്നുമല്ല. പക്ഷെ ഇവിടെ ഇതൊരു ഡെഫിനേഷൻ രൂപത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും, ഇവിടെ 1 സെക്കൻഡ് സമയം കൊണ്ട് ഇവിടെ കടന്നുപോയ ചാർജുകളുടെ എണ്ണം. എന്താണ് കറണ്ട് എന്ന് ചോദിച്ചാൽ ചാർജുകളുടെ ചലനം തന്നെയാണ്. പക്ഷെ ഒരു ഡെഫിനേഷനിലേക്ക് വരുമ്പോൾ എന്താവും? ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജസ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു ചാലകത്തിലൂടെ കടന്നുപോയ ചാർജുകളുടെ എണ്ണം എത്രയാണോ ഇതിനെയാണ് എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഉദാഹരണം പറ്റുമ്പോൾ നമ്മൾ ഈ ഒരു ചാലകത്തിൽ ഒരു 50 കുളോം ചാർജ് 50 കുളോം ചാർജ് 1 സെക്കൻഡ് സമയം കൊണ്ട് കടന്നുപോയി എന്ന് വിചാരിക്കാം. 50 കുളോം ചാർജ് 1 സെക്കൻഡ് സമയം കൊണ്ട് കടന്നുപോയെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? നമുക്കറിയാം 1 സെക്കൻഡ് സമയം കൊണ്ട് കടന്നുപോയത് 50 കുളോം ചാർജ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് 50 ആംപിയർ. 2 അല്ലെങ്കിൽ ഒരു 20 കുളോം ചാർജ് 2 സെക്കൻഡ് സമയം കൊണ്ട് കടന്നു പോവുകയാണെങ്കിൽ ഇവിടുത്തെ കറണ്ട് എത്രയാണെന്ന് ചോദിക്കാം. അപ്പൊ നമുക്കറിയാം 1 സെക്കൻഡ് 2 സെക്കൻഡ് കൊണ്ട് 20 ആണെങ്കിൽ 1 സെക്കൻഡ് സമയം കൊണ്ട് എത്രയായിരിക്കും? 10 കുളോം ആണ്. 10 കുളോം ആണെങ്കിൽ ഇവിടുത്തെ എത്ര ആംപിയറാ? 10 ആംപിയർ. അതാ പറഞ്ഞത്, ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജസ് ഫ്ലോയിങ് ത്രൂ പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന ചാർജുകളുടെ എണ്ണം എത്രയാണോ ഇതാണ് എന്ത് പറയുന്നത്? കറണ്ട് എന്ന് പറയുന്നത്. ഈ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും, കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം കറണ്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് 2 ഘടകങ്ങളാണ്. അല്ലെങ്കിൽ ഈ ഒരു ഫാക്ടറിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും, കറണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ആണ് I, ദ ഇന്റൻസിറ്റി ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. ദ കറണ്ട് ഷുഡ് ബി ഡിപ്പെൻഡ് ഓൺ 2 ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജസ്. അതായത് ഇവിടെയുള്ള കറണ്ടിനെ സ്വാധീനിക്കുന്ന 2 ഘടകങ്ങൾ. ഒന്ന് ഏതാണ്? ഒന്ന് കുളോം മീൻസ് ചാർജ്, ചാർജുകളുടെ എണ്ണം. അതാണ് Q എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. രണ്ടാമതായിട്ട് ഈ Q ചാർജ് പാസ് ചെയ്യാനെടുത്തൊരു സമയമുണ്ട്, ടൈം. ചുരുക്കി പറഞ്ഞാൽ രണ്ടാമത്തെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണ്? ടൈമാണ്. ഈ 2 ഫാക്ടേഴ്സിനെയും വെച്ചുകൊണ്ട് കറണ്ടിനെ നമുക്കൊരു പ്യൂർ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആ ഇക്വേഷൻ ആണ് ദ ഇലക്ട്രിക് കറണ്ട് I is equal to Q by T. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്. കറണ്ടിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് I is equal to Q by T. Q എന്ന് പറഞ്ഞാൽ ചാർജുകളുടെ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജസ്, ചാർജുകളുടെ എണ്ണം. T എന്ന് പറഞ്ഞാൽ ദ Q ചാർജ്. ഇപ്പൊ ഈ ഒരു Q ചാർജ് ഇവിടുന്ന് ഇങ്ങോട്ട് പോകാനെടുത്ത സമയമാണ് എന്ത്? T എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഫിസിക്സിനെ സംബന്ധിച്ചിടത്തോളം ഏത് കാര്യങ്ങൾക്കും SI യൂണിറ്റുകൾ നിർബന്ധമാണ്. ഇവിടെ കറണ്ടിനെ സംബന്ധിച്ചിടത്തോളം കറണ്ടിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ആംപിയർ. അതുപോലെ ഇവിടെ കറണ്ടിന് ഈ ആംപിയർ പോലെ തന്നെ വേറെ SI യൂണിറ്റ് കൂടെ ഉണ്ട്. ആ യൂണിറ്റ് ആണ് ഈ Q എന്ന് പറയുന്ന ചാർജിന്റെ SI യൂണിറ്റ് ആണ് കുളോം, ഡിവൈഡഡ് ബൈ ടൈമിന്റെ SI യൂണിറ്റ് ആണ് ഏത്? സെക്കൻഡ്. ചുരുക്കി പറഞ്ഞാൽ കുളോം പെർ സെക്കൻഡ്. പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറയാണ്. എന്താണ് കറണ്ട് എന്ന് പറഞ്ഞാൽ, കറണ്ട് എന്ന് പറഞ്ഞത്രേ ഉള്ളൂ, ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജസ് പാസിംഗ് ത്രൂ എ കണ്ടക്ടർ ഇൻ 1 സെക്കൻഡ്. 1 സെക്കൻഡ് സമയം കൊണ്ട് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന ചാർജുകളുടെ എണ്ണം, അതാണ് എന്ത്?
കറണ്ട് എന്ന് പറയുന്നത്. കറണ്ടിൻ്റെ ഇക്വേഷനായിട്ട് പൊതുവെ നമ്മൾ പറയുന്നത് ഏതാണ്? I is equal to Q by T. ഈ I is equal to Q by T എന്ന് പറയുന്ന ഇക്വേഷനിൽ തന്നെ ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുക്കാം. ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ഇവിടെ I is equal to Q by T യിൽ ഈ Q എന്ന് പറയുന്ന ചാർജില്ലേ, ചാർജിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടുന്ന് ഡിറൈവ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് Qനെ ഇവിടെ നിർത്താം, ടീനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അപ്പോൾ എന്താവും? Q is equal to IT. Q is equal to IT. ഇങ്ങനെ ഈ രണ്ട് ഇക്വേഷനാണ് നമുക്ക് ഇവിടെ പറയാം. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നേ ആദ്യം മനസ്സിലാക്കുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്ന ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു സംവിധാനം എപ്പോഴും നിലനിൽക്കുന്നത് രണ്ട് പോയിന്റുകൾക്കിടയിലായിരിക്കും. ഇപ്പം ഞാനിവിടെ എ എന്ന് പറയുന്നൊരു പോയിൻറ്റും ബി എന്ന് പറയുന്നൊരു പോയിൻറ്റും എടുത്തു എന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്നൊരു പോയിൻറ്റും ബി എന്ന് പറയുന്നൊരു പോയിൻറ്റ്, ഈ രണ്ട് പോയിന്റുകൾക്കിടയിലായിരിക്കും ആര് കാണപ്പെടുക? പൊട്ടൻഷ്യൽ വ്യത്യാസം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണപ്പെടുക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആദ്യം മനസ്സിലായിക്കോളുക, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇതൊരു വർക്കാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തിയുടെ അളവാണ്. ഈ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം മനസ്സിലാക്കുക, ഇറ്റ്സ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ. ഇത് എമൗണ്ട് ഓഫ് വർക്കാണ്, പ്രവൃത്തിയുടെ ഒരു അളവാണ്. അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളതിൽ നിന്ന് ആദ്യം മനസ്സിലാക്കാം, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ വർക്ക് ഡൺ, എമൗണ്ട് ഓഫ് വർക്ക്. പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്ന ഒരു പ്രവൃത്തിയുടെ അളവാണ്. അപ്പോൾ ഇവിടെ നോക്കാം അടുത്തത്. ഇവിടെ ഞാനൊരു എ എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക്, ശ്രദ്ധിക്കണേ, എ എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്നൊരു പോയിന്റിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിന്, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് ഞാൻ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എ എന്ന് പറയുന്നൊരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് ഒരു പോസിറ്റീവ് ചാർജിനെ ഇവിടുന്ന് ചലിപ്പിച്ച് കൊണ്ടുപോകണം. അപ്പോൾ ഈ ഒരു പോസിറ്റീവ് ചാർജിനെ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ ഇവിടെ എടുക്കുന്ന ഒരു വർക്കില്ലേ, ആ വർക്കാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് പറയാം, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് എ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഫോർ ട്രാൻസ്ഫർ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം എ പോയിന്റ് ടു അനദർ പോയിന്റ്, വൺ പോയിന്റ് ടു ദ അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കൊണ്ടുപോകാൻ എടുക്കുന്ന വർക്ക്, പ്രവൃത്തിയുടെ അളവാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഒന്നുകൂടെ പറയാണ്, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ഫോർ ട്രാൻസ്ഫർ എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു ദ അനദർ പോയിന്റ്. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലേക്ക് എത്തിക്കാൻ എടുക്കുന്ന പ്രവൃത്തിയുടെ അളവാണ് എന്ത് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. ഇപ്പം ഞാനിവിടെ ഒരു പോസിറ്റീവ് ചാർജിനെ ഞാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ചാർജിന് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്, ആ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ ഞാൻ എടുത്ത എനർജി എന്ന് പറയുന്നത്, അതായത് വർക്ക് എന്ന് പറയുന്നത് 50 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ രണ്ടിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയായിരിക്കും? 50 വോൾട്ട്. ഓക്കെ, ദെൻ ഇൻ കേസ് ഇങ്ങനെയാണെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു പോസിറ്റീവ് ചാർജ് ഞാൻ എടുത്താൽ 20 ജൂളാണ് ഉപയോഗിച്ചതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഇതിനിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 20 വോൾട്ട്. ചിലപ്പോൾ വേറെ രൂപത്തിൽ ചോദിക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തതെല്ലാം ഒരു പോസിറ്റീവ് ചാർജ് കൊണ്ടുവരുന്നില്ലേ. ഇൻ കേസ് ഞാനൊരു 2 കുളോം, 2 സി എന്ന് പറഞ്ഞാൽ 2 കുളോം പോസിറ്റീവ് ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിക്കാൻ ഞാൻ എടുത്ത പ്രവൃത്തി എന്ന് പറയുന്നത് 100 ജൂളാണെന്ന് വിചാരിക്കുക. 100 ജൂൾ, അതായത് ഇവിടെ നിന്ന് 2 കുളോം ചാർജിനെ ഇങ്ങോട്ട് എത്തിക്കാൻ 100 ജൂൾ എനർജി എടുത്തു, പ്രവൃത്തി 100 ജൂളാണ്. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്ര? എന്താ പൊട്ടൻഷ്യൽ? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജാണ്. ഇവിടെ എത്ര പോസിറ്റീവ് ചാർജാണ്? 2 ചാർജാണ്. അപ്പോൾ 2 ചാർജിന് 100 ആണെങ്കിൽ ഒരു ചാർജിന് എത്രയായിരിക്കും? 50. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 50 വോൾട്ട്. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കാം. ആ ഇക്വേഷനാണ് ഇവിടെ നമുക്കറിയാം വി ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ. അങ്ങനെയാണെങ്കിൽ വിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? എമൗണ്ട് ഓഫ് വർക്ക്. അപ്പോൾ ഈ വർക്കല്ലേ നമ്മൾ ഈ 100 ജൂൾ എന്ന് പറഞ്ഞാൽ
ഇപ്പം എന്താ 100 ഡിവൈഡ് ബൈ 2 ചെയ്തപ്പോഴല്ലേ 50 കിട്ടി. അപ്പം എന്തായിരിക്കും വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ക്യൂ. എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നമുക്ക് ഇനി പറയാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്, പലപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. വാട്ട് ഈസ് 1 volt? The potential difference is 1 volt. What is the meaning of potential difference is 1 volt? എന്താണ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാവും. എന്താണ് 1 വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം, ഇറ്റ്സ് എമൗണ്ട് ഓഫ് വർക്ക്, അല്ലെങ്കിൽ ഇവിടെ ചെയ്ത പ്രവൃത്തി എന്ന് പറയുന്നത് എത്രയാണ്? 1 വോൾട്ട് ആണ്. അതുകൊണ്ടാണ് ഇവിടെ, അല്ലെങ്കിൽ 1 ജൂളാണ്, അതുകൊണ്ടാണ് ഇവിടെ 1 വോൾട്ട് എന്ന് വന്നത്. ഇപ്പൊ ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുത്തു, അടുത്ത് ഇതേപോലെ ഒരു പോയിന്റ് എടുത്തു. ഈ പോയിന്റിൽ നിന്ന് ഞാൻ മറ്റൊരു പോയിന്റിലേക്ക് എന്ത് ചെയ്യാണ്? ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിന് എന്ത് ചെയ്യാണ്? കടത്തിവിടാം. അപ്പൊ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക്, എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ബി എന്ന് പറയുന്ന ഒരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കടത്തിവിടാൻ ഇവിടെ ചെയ്യേണ്ട പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണ്? 1 വോൾട്ട്. The potential difference between 2 points is 1 volt. The potential difference between 2 points is 1 volt. It is a meaning if the amount of work done transfer a unit positive charge from one point to the another point is 1 joule. ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ കടത്തി വിടാൻ ഇവിടെ ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറയുന്നത്, പ്രവൃത്തിയുടെ അളവ് എന്ന് പറയുന്നത് 1 ജൂൾ ആണെങ്കിൽ അതിനിടയിലെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയായിരിക്കും? 1 വോൾട്ട് ആണ്.